ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബിൽ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. നമ്മുടെ കീമിന് ആപ്ലിക്കേഷൻ നൽകുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ അടങ്ങുന്ന വീഡിയോയുമായിട്ട് വരും എന്ന് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു. ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആധാർ കാർഡ്, 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ OBC, NCL, EWS വിഭാഗത്തിൽ പെടുന്നവർക്ക് അതിനെ സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്സ്, SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് അതിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ്, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ എന്തായാലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നിങ്ങളുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നൽകുന്ന വിദ്യാർത്ഥിയുടെയോ ഒരു ബാങ്ക് പാസ്ബുക്ക് കൂടെ കയ്യിൽ കരുതുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കീം 2026 അപേക്ഷ സമർപ്പിക്കുന്നതിനായി നമ്മൾ എത്തിച്ചേരേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് cee.kerala.gov.in എന്ന വെബ്സൈറ്റിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് കീം 2026 അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ലൈഡർ പോകുന്നതായിട്ട് കാണാം. താഴേക്ക് സ്ക്രോൾ ചെയ്തു വന്നാൽ UG അഡ്മിഷൻ കീഴെയായി കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ കാണാം. അവിടെ പ്രസ് ചെയ്യുക. നമ്മളെ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കീമിനുള്ള ഒഫീഷ്യൽ പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ പേജുകളും കൃത്യമായി വായിക്കേണ്ടതുണ്ട്. ഇതിൽ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. എന്നാണ് എക്സാം കാര്യങ്ങളും എല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന തീയതി എന്ന് പറയുന്നത് 31 ജനുവരി 2026 അതുപോലെ തന്നെ നമ്മുടെ എക്സാം വരുന്നത് എഞ്ചിനീയറിംഗിന് 13/4/2026 ടു 25/4/2026 കാര്യങ്ങളും ബാക്കിയെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും അപേക്ഷിക്കുന്നതിന് മുൻപ് ഇത് വായിച്ചു എന്ന് ഉറപ്പുവരുത്തുക. വായിച്ചു ഉറപ്പുവരുത്തിയവർ ഇവിടെ തിരിച്ച് ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഫ് യു ആർ എ ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്ന ലിങ്ക് കാണാം. രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് എങ്കിൽ അവിടെ പ്രസ് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതുകൊണ്ട് രജിസ്റ്റർ ഹിയർ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ എഴുതി വെച്ചത് കാണാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്. അതുപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 7 ഫെബ്രുവരി 2026 എന്നെല്ലാം നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡിക്ലറേഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. നിർബന്ധമായിട്ടും ഓരോന്നും വായിച്ചിരിക്കണം. വായിക്കാതെ ഒരിക്കലും ഇതൊന്നും ഫില്ല് ചെയ്ത് കൊടുക്കരുത്. പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ അമർത്തിയാൽ നിങ്ങൾ എത്താൻ പോകുന്നത് അടുത്തൊരു പേജിലായിരിക്കും. ഇവിടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അതുപോലെ ഇമെയിൽ ID, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിർബന്ധമായിട്ടും എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ അമർത്തുക. കൺഫേം എന്ന് നൽകി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും. രജിസ്ട്രേഷൻ കൺഫർമേഷൻ. ഇവിടെ നിന്നും നിങ്ങൾ കൺഫേം പ്രസ് ചെയ്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ആയിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ അടുത്തൊരു പേജിലേക്കായിട്ട് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. ഈ OTP നിങ്ങൾ നിർബന്ധമായും എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ തെളിഞ്ഞു കാണുന്നതായിരിക്കും. ഈ നമ്പർ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് നമുക്ക് ഇത് ആവശ്യം വരുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ടു ഫിൽ ആപ്ലിക്കേഷൻ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എത്തിച്ചേരുക ഇങ്ങനെ ഒരു വെബ്സൈറ്റിലായിരിക്കും. ഇവിടെ സ്റ്റെപ്പ് 2 ഫിൽ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് പേജിൽ നമുക്ക് ഓരോന്നിനും വരുന്ന ഫീസുകളും കാര്യങ്ങളും എല്ലാം എഴുതിയതായിട്ട് കാണാം. എഞ്ചിനീയറിംഗിന് വരുന്ന ഫീസ് ജനറൽ വിഭാഗത്തിന് SC/ST ഒഴികെ ബാക്കി എല്ലാവർക്കും വരുന്നത് 925 രൂപയാണ്. SC വിഭാഗത്തിന് 400 രൂപ. ബിഫാമിനും സെയിം റേറ്റ് ആണ് വരുന്നത്. എന്നാൽ ആർക്കിടെക്ചറിന്, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡിന് വരുന്നത് 650 റുപ്പീസ് ആണ്. SC വിഭാഗക്കാർക്കാണെങ്കിൽ 260 റുപ്പീസും. ST വിഭാഗക്കാർക്ക് കീം എക്സാം എഴുതുന്നതിന് യാതൊരു തരത്തിലുള്ള ഫീസും കാര്യങ്ങളും വരുന്നതില്ല. ഇനി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അത് ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതി നൽകേണ്ടതുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ എഞ്ചിനീയറിംഗ് എന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീഡിങ്സിൽ നിങ്ങൾക്കൊരു സെൻറ്റർ അലോക്കേഷൻ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ ഞാനിവിടെ ഇന്ന് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് മാത്രമാണ് നൽകുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ആർക്കിടെക്ചർ ആണ് നിങ്ങൾ എഴുതുന്നത് എങ്കിൽ നാറ്റയുടെ എക്സാം നിർബന്ധമായിട്ടും എഴുതേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കേരളത്തിലെ ആർക്കിടെക്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ഫാർമസിക്കും എഞ്ചിനീയറിംഗിനും പ്രത്യേകം എക്സാം കീം തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതും മനസ്സിൽ വെക്കുക. എന്നിട്ട് സേവ് ആൻഡ് പ്രൊസീഡ് നൽകുക. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് അടുത്ത ഒരു പേജിലായിരിക്കും. ഇവിടെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി വിദ്യാർത്ഥികൾക്ക് മാത്രമേ സെൻറ്റർ ഇൻഫർമേഷൻസ് ഫിൽ ചെയ്ത് കൊടുക്കാൻ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ആണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ഇവിടെ നമുക്ക് സെൻറ്റർ ഇൻഫർമേഷൻസ് അലോ ചെയ്ത് കൊടുക്കേണ്ടതില്ല. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് നൽകാം.
അടുത്ത പേജിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് ജെൻഡർ ആണ്. നിങ്ങളുടെ ജെൻഡർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നാഷണാലിറ്റി, ഏത് നാഷണലിസ്റ്റ് ആണ് നിങ്ങൾ, ഇന്ത്യൻ ആണ് എങ്കിൽ ഇന്ത്യൻ എന്ന് കൊടുക്കാം, അല്ല ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അത് നൽകാവുന്നതാണ്. ഇവിടെ ഇന്ത്യൻ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇന്ത്യൻ എന്ന് കൊടുക്കുന്നു. അടുത്തതായിട്ട് നേറ്റിവിറ്റി, കേരളൈറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് കേരളൈറ്റ് നൽകുന്നു. ഇനി ബാക്കി എന്തെങ്കിലും ഓപ്ഷനിൽ വരുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കേരളൈറ്റ് എന്ന് നൽകിയതിനു ശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാരൻസിൻ്റെ, ഫാദറിൻ്റെയും മദറിൻ്റെയും ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വരാം. കൃത്യമായ വിവരങ്ങൾ എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അടുത്ത പേജിൽ എത്തുമ്പോൾ ഇവിടെയായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നൽകാനാണുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഹൗസ് നെയിം അല്ലെങ്കിൽ ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ് എന്നിവ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കാണാം. പെർമനന്റ് അഡ്രസ്സിൽ താമസിക്കുന്നവർക്ക് സെയിം ആസ് പെർമനന്റ് അഡ്രസ് എന്ന് നൽകാവുന്നതാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കാം. കൃത്യമായ അഡ്രസ്സ് എൻ്റർ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് നൽകാവുന്നതാണ്. അതിനുശേഷം താഴെയായിട്ട് ക്വാളിഫയിങ് എക്സാമിനേഷൻ +2 ഓർ ഇക്വലന്റ് എന്ന് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. +2 അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തവർക്ക് +2 ഓർ ഇക്വലന്റ് കൊടുക്കാം. ഇനി താഴെയായിട്ട് നമ്മളോട് ചോദിക്കുന്നു എക്സാം എഴുതിയവരാണോ അല്ലെങ്കിൽ പാസ്സായവരാണോ അതോ അപ്പിയറിംഗ് ആയിട്ടുള്ള എക്സാം ആണോ. കാൻഡിഡേറ്റ് ഇപ്പോൾ ഇത്തവണ എക്സാം എഴുതാൻ പോകുന്ന ആളാണ്, +2 എക്സാം എഴുതുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ അപ്പിയറിംഗ് ദ എക്സാം എന്ന് നൽകുന്നു. ഇനി താഴെയായിട്ട് നമ്മളോട് ചോദിക്കുന്നു +2 ബോർഡ് ഏതായിരുന്നു എന്നുള്ളത്. കേരള ബോർഡാണ് എന്നുള്ളതുകൊണ്ട് കേരള ഹയർ സെക്കൻഡറി എന്ന് ഞാൻ നൽകുന്നു. അതിനുശേഷം നമ്മളോട് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ +2 നിങ്ങൾ സംസ്കൃതം പഠിച്ചിട്ടുണ്ട് എങ്കിൽ എസ് കൊടുക്കാം, ഇല്ലാത്തവർക്ക് നോ നൽകാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സേവ് ആൻഡ് പ്രൊസീഡ് നൽകാം. അടുത്ത പേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവേഷൻ പേജ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കൃത്യമായ കമ്മ്യൂണിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കമ്മ്യൂണിറ്റി ക്ലെയിം ഫോർ എലിജിബിൾ റിസർവേഷൻസ്. ഇവിടെ ഓരോ ജാതി മത വിഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ജാതി ഏതാണോ മതം ഏതാണോ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കാലഘട്ടം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഈ ജാതി മത വ്യവസ്ഥകളെല്ലാം എടുത്തു മാറ്റേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരള ഗവൺമെൻറ് ഇപ്പോഴും പറയുന്നത് ഒരുപാട് പേർക്ക് ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാതി വ്യവസ്ഥ അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് തൽക്കാലം അത് നിലനിൽക്കണം, എന്നാൽ ഭാവിയിൽ ഇത് എടുത്തു മാറ്റണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. കൃത്യമായിട്ട് നിങ്ങളുടെ പാരൻസിൻ്റെയും ജാതി കാസ്റ്റ് നൽകിയതിനു ശേഷം റിസർവേഷൻ എലിജിബിൾ ആണ് എങ്കിൽ സേവ് ആൻഡ് പ്രൊസീഡ് നൽകാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നിങ്ങൾ OBC റിസർവേഷൻ നൽകുന്നുണ്ടെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ പെടുന്നവരാണ് എങ്കിൽ EWS സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് വാങ്ങിക്കേണ്ടതുണ്ട്. വാങ്ങിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, കൃത്യമായിട്ട് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അടുത്ത പേജിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ അതർ റിസർവേഷൻ ഡീറ്റെയിൽസ് നൽകാവുന്നതാണ്. ഡിപ്ലോമ ഹോൾഡേഴ്സ്, VHSC ഹോൾഡേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഓർ കിൽഡ് മിസ്സിംഗ്, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവേഷൻസ് ഇൻ ഡിസബിലിറ്റി ഉള്ളവരാണോ എന്ന് ചോദിക്കുന്നു. ഡിസബിലിറ്റി ഉള്ളവരാണ് എങ്കിൽ എസ് നൽകാം, ഇല്ലാത്തവരാണ് എങ്കിൽ നോ നൽകാവുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലെയിം ഫോർ മൈനോറിറ്റി കോട്ട, നിങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് എസ് നൽകാവുന്നതാണ്, അല്ലാത്തവർക്ക് നോ നൽകാം. ഇനി ക്ലെയിം ഫോർ NRI കോട്ട എന്ന് പറയാം. MBBS BDS സീറ്റുകൾക്ക് NRI കോട്ട അവൈലബിൾ ആണ്. നിങ്ങൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് NRI കോട്ടയിൽ അപേക്ഷ നൽകാവുന്നതാണ്. NRI അല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നോ നൽകുന്നു. അതിനുശേഷം താഴെ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിൽ എത്തുന്നു. ഇൻകം ഡീറ്റെയിൽസ് നൽകാനാണ്. ഇവിടെ നിങ്ങളുടെ ഫാമിലി ഇൻകം കൃത്യമായിട്ട് എൻ്റർ ചെയ്തു നൽകുക. കൃത്യമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിലുള്ള ഇൻകം തന്നെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തു കൊടുക്കേണ്ടത്. അതിനുശേഷം റവന്യൂ ഡിസ്ട്രിക്റ്റ്, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവ എൻ്റർ ചെയ്തു കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് നൽകാം. അടുത്ത പേജിൽ നമ്മൾ എത്തുന്നത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റിന് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ കാൻഡിഡേറ്റ് പ്രസ് ചെയ്യാം. ഇനി പാരൻസിനാണുള്ളത് എങ്കിൽ പാരൻസിൻ്റെ പേര് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് താഴെ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ നൽകിയതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് നൽകാം. അടുത്ത പേജിൽ നമ്മൾ എത്തുമ്പോൾ താഴെയായിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഫോം എന്ന് കാണാം. സെലക്ടഡ് കോഴ്സ് ഇവിടെ കാണാവുന്നതാണ്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് മാത്രമാണ് നൽകിയത് എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീസും നിങ്ങൾ അടക്കേണ്ടി വരും. ഇപ്പോൾ ഏതൊക്കെ കോഴ്സുകൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാം. താഴെയായിട്ട് നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻസും ശരി തന്നെയാണ് എന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്കിത് കൺഫേം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ഡിക്ലറേഷൻ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എല്ലാം ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം 2 ഡിക്ലറേഷൻ നൽകി സേവ് ആൻഡ് ഫൈനലൈസ് നൽകാം.
നമ്മളിതാ സ്റ്റെപ്പ് 2 ഫിൽ ചെയ്തിരിക്കുന്നു. ഇനി സ്റ്റെപ്പ് 3 ആണ്. സ്റ്റെപ്പ് 3യിൽ നമ്മൾ ചെയ്യേണ്ടത് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആകെ അപേക്ഷിച്ചിട്ടുള്ളത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡിനാണ് എന്നുള്ളതുകൊണ്ട് 650 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടതുള്ളത്. ബാക്കിയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾ എത്രയാണോ അപേക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള എമൗണ്ട് ഇവിടെ കാണിക്കുന്നതാണ്. താഴെയായിട്ട് ഓൺലൈൻ പേയ്മെന്റ് എന്ന ഓപ്ഷൻ കാണാം, അവിടെ പ്രസ് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻസ് നൽകുന്നുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ടു പേ നൽകാം. ഈ പേജിൽ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പേയ്മെന്റ് നടത്തുക. അതിനുശേഷം ബാക്കി പ്രൊസീജിയറിലേക്ക് കടക്കാം. ട്രാൻസാക്ഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേജിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതാണ്. അതിനുശേഷം താഴെയായിട്ട് ഗോ ബാക്ക് ടു ഹോം പേജ് എന്ന് കാണാം, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിങ്ങൾ എത്തിച്ചേരും. ഇവിടെ സ്റ്റെപ്പ് 4 കാണാം, അപ്ലോഡ് ഇമേജ് ആൻഡ് സർട്ടിഫിക്കറ്റ്. ഇവിടെ വെച്ചാണ് നിങ്ങൾ നിങ്ങളുടെ ഇമേജസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ടുള്ള ഇമേജസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോഗ്രാഫിന്റെ സൈസ് എന്ന് പറയുന്നത് 150 പിക്സലിനും 200 പിക്സൽ ഹൈറ്റും ആയിരിക്കണം. അതുപോലെ തന്നെ 100 KB താഴെ ആയിരിക്കണം ഫയൽ എന്നും കൃത്യമായിട്ട് ഗൈഡ് നൽകുന്നുണ്ട്. ഇനി ചൂസ് ഫയൽ എന്ന് കൊടുക്കാം. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഫോട്ടോ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിനു ശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ളത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫിനിഷ് അപ്ലോഡ് ഇമേജസ് എന്ന് കൊടുക്കാം. ഇനി ഓക്കെ നൽകാം. അടുത്ത പേജിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് സർട്ടിഫിക്കറ്റുകളാണ്. അതിനായിട്ട് കൃത്യമായിട്ട് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട മാൻഡേറ്ററി ആയിട്ടുള്ളവയ്ക്ക് റെഡ് സ്റ്റാർ നൽകി കോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നാഷണാലിറ്റിയുടെ പ്രൂഫ്, പിന്നെ 10th സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, പിന്നെ നോൺ ക്രിമിലെയർ EWS, അങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റുകൾ. അതിനുശേഷം ഉള്ളതൊന്നും മാൻഡേറ്ററി ആയിട്ടുള്ളതല്ല. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. നിർബന്ധമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഫയലുകൾക്ക് പുറമെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻസിന് അപേക്ഷിക്കുന്നു എങ്കിൽ നിർബന്ധമായിട്ടും ആ റിസർവേഷൻസിനുള്ള ഓരോ സർട്ടിഫിക്കറ്റുകളും കൃത്യമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ അമർത്താം. സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കൃത്യമായി ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം എങ്കിൽ 7-ാം തീയതി വരെ, ഫെബ്രുവരി 7-ാം തീയതി വരെ നിങ്ങൾക്ക് മാറ്റി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി പ്രൊഫൈലിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തിരുത്തണം എങ്കിൽ ഇവിടെ അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്നും നൽകി തിരുത്താവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.